ശ്രീജിത്ത് പണിക്കർ, ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വന്നത് കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ? വരും ദിവസങ്ങളിൽ അദ്ദേഹം വന്നാൽ കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലാകുമോ? താങ്കളുടെ ഒരു നിരീക്ഷണം എങ്ങനെയാണ്? സസ്പെൻഷനിലായിരിക്കുന്ന ഒരാളാണ് എന്ന നിലയ്ക്ക് അദ്ദേഹം സഭയിലുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സാരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കേണ്ടതല്ല. അദ്ദേഹം അതുകൊണ്ട് തന്നെ UDFന്റെ ഒരു സഖ്യകക്ഷിയല്ല. അദ്ദേഹത്തിന് ഇരിക്കാനായിട്ട് പ്രത്യേകമായിട്ടുള്ള ഇരിപ്പിടമാണുള്ളത്. അതൊന്നും തന്നെ കോൺഗ്രസിനെ ഒരു തരത്തിലും സത്യത്തിൽ ബാധിക്കേണ്ടതല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ചില പെരുമാറ്റങ്ങൾ, അദ്ദേഹവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചില വാർത്തകൾ, ഇതൊക്കെ തന്നെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് സസ്പെൻഷനിലായ ഒരു വ്യക്തി എങ്ങനെ പെരുമാറണം എന്ന് എനിക്കറിയാം എന്നാണ്. അപ്പൊ അത് തന്നെ ചോദ്യം ഉണ്ടായത് തന്നെ അദ്ദേഹം മറ്റേതെങ്കിലും നേതാക്കന്മാരെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നോ, ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായോ എന്നിങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ തന്നെ ആർക്കും കാണണ്ട എന്ന് പറഞ്ഞ് കാണാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പറയുന്നത് സസ്പെൻഷനിലായിരിക്കെ അങ്ങനെ മറ്റുള്ള ആൾക്കാരെ റീച്ച് ഔട്ട് ചെയ്തത് ശരിയല്ല എന്നെനിക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ പറഞ്ഞ അതേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ആരോടൊപ്പമാണ് അസംബ്ലിയിൽ വന്നത് എന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസിന്റെ തന്നെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള ഒരാളിന്റെയാണ്. അത് കോൺഗ്രസ്സുകാരൻ തന്നെയല്ലേ. അപ്പോ സസ്പെൻഷനിലായിരിക്കുന്ന ഒരു വ്യക്തി കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു ഭാരവാഹി, ഒരു ജില്ലയിലെ പ്രധാനപ്പെട്ട ചുമതലയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു പബ്ലിക്കായിട്ട് അദ്ദേഹം നിയമസഭയിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിനെ അക്കമ്പനി ചെയ്യാനായിട്ട് ഒപ്പം കൂടെ കൂട്ടുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ സസ്പെൻഷനിലായിട്ടുള്ള ഒരാളിന്റെ പെരുമാറ്റമാണോ എന്നുള്ള ഒരു ചോദ്യം കോൺഗ്രസിന് നേരെ ഉണ്ടാകാം. ഞാൻ പറഞ്ഞത് സഭയിൽ ഉണ്ടാകണം എന്നല്ല, മറിച്ച് കോൺഗ്രസിന് നേരെ ഉണ്ടാകാം. അപ്പൊ ഇതൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. രണ്ട്, അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരിക്കുന്ന ആരോപണങ്ങളെ കുറിച്ച് കോൺഗ്രസിന്റെ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ പേരിനെങ്കിലും ഡിഫെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗവും അദ്ദേഹം തന്നെ കൊടുക്കുന്നില്ല. കാരണം ഇന്ന് മാധ്യമങ്ങൾ ആവർത്തിച്ച് അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, ആ ഓഡിയോയിലെ ശബ്ദം താങ്കളുടേതാണോ, നിഷേധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് മറ്റെല്ലാ കാര്യങ്ങളിലും വിശദീകരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഒരു വിഷയത്തിൽ മാത്രം ഒരു പ്രതികരണവുമില്ലാതെ അവിടെ നിന്ന് അപ്പോൾ തന്നെ സ്ഥലം കാലിയാക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇനി കോൺഗ്രസിനെ ഇത് പ്രതിസന്ധിയിലാക്കാനുള്ള മറ്റ് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. അതായത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലുള്ള അത്രയും സമയം ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം അദ്ദേഹത്തിന്റെ കൂടി ഭാഗത്തു നിന്ന് ഉണ്ടാകാത്ത സമയം കേരളത്തിലുള്ള ചർച്ച മുഴുവൻ ഏത് രീതിയിലാണ് നോക്കൂ. ഇന്ന് മാധ്യമങ്ങൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്? ഇത് മുഴുവനും രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ തുടർന്നു കഴിഞ്ഞാൽ ആ സഭയിൽ ആരുടെ വിഷയത്തിലായിരിക്കും കൂടുതൽ ശ്രദ്ധയുണ്ടാവുക എന്നതിന്റെ പേരിലാണ്. ആ ശ്രദ്ധ എന്ന് പറയുമ്പോൾ ഭരണപക്ഷത്തിന്റെ ശ്രദ്ധ മാത്രമല്ല, അതിൽ പ്രതിസന്ധിയിലാകുന്ന കോൺഗ്രസിന്റെ ശ്രദ്ധ മാത്രമല്ല, മറിച്ച് കേരളീയ പൊതുസമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ശ്രദ്ധ, മാധ്യമങ്ങളുടെ മുഴുവൻ ശ്രദ്ധ നിയമസഭാ പ്രൊസീഡിങ്സിലായിരിക്കുമോ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലായിരിക്കുമോ എന്നുള്ളതാണ് പ്രധാനം. ഇപ്പൊ UDFനെ സംബന്ധിച്ചിടത്തോളം LDFന്റെ ഭരണ പരാജയങ്ങൾ എക്സ്പോസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒന്നിലധികം വിഷയങ്ങൾ അതിശക്തമായിട്ട് ഉയർത്താനുള്ള ഒരു സാഹചര്യം ഈ ഒരു സഭാ സമ്മേളനത്തിലുണ്ട്. നമുക്കറിയാം, ഇപ്പൊ ഈ പോലീസിന്റെ ക്രൂരമായിട്ടുള്ള മർദ്ദന പരമ്പരകളുടെ കൂടുതൽ വാർത്തകൾ തെളിവ് സഹിതം വരികയാണ്. പ്രത്യേകിച്ച് അതിൽ സഫർ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി യൂത്ത് കോൺഗ്രസിന്റെ തന്നെ പ്രാദേശികമായിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ്. അപ്പോൾ വർദ്ധിത വീര്യത്തോടു കൂടി അത് അവിടെ അവതരിപ്പിക്കേണ്ടതാണ്. സർക്കാർ സമഗ്ര മേഖലകളിലും പരാജയമാണ് എന്ന് സ്ഥാപിക്കാനായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരിക്കുന്ന ദാരുണമായിട്ടുള്ള സംഭവം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ വിശദീകരണങ്ങൾ ചോദിക്കാവുന്നതാണ്. ഇതിനെല്ലാമുള്ള സാധ്യതകൾ ഈ ഒരു സമ്മേളനത്തിൽ ഉണ്ട് എന്നിരിക്കെ ഈ വിഷയങ്ങൾക്കാണോ കൂടുതൽ പ്രാധാന്യം അവിടെ കിട്ടുക? സർക്കാരിന്റെ പരാജയങ്ങൾ തുറന്നു കാട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കോൺഗ്രസിന്റെ ശ്രമം പൂർണ്ണമായിട്ട് വിജയിക്കുമോ ഇല്ലയോ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രസൻസ് കൊണ്ട് എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. കാരണം ശ്രീ VD സതീശനും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലുള്ള ഒരു പ്രശ്നമായിട്ട് ഇതിനെ ചിത്രീകരിക്കാം. സസ്പെൻഷനിലാണെങ്കിലും നിങ്ങളുടെ നേതാവ് പറയുന്നത് നിങ്ങളുടെ അംഗം അംഗീകരിക്കുന്നില്ല എന്ന രീതിയിലത്തേക്കുള്ള ആക്ഷേപശരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സഖ്യകക്ഷികളുടെ ഇടയിൽ കോൺഗ്രസിന് ഉണ്ടാകുന്ന നാണക്കേട് വേറെയുമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇത് കോൺഗ്രസിന്റെ മാത്രമായിട്ടുള്ള ഒരു വിഷയം എന്ന നിലയ്ക്കാണ് ഇത് ട്രീറ്റ് ചെയ്യപ്പെടുന്നത് എങ്കിൽ ആ വിഷയങ്ങളുടെ ഒരു എക്സ്റ്റൻഡഡ് ലൈബിലിറ്റി ഇല്ലാത്ത നിരവധി സഖ്യകക്ഷികൾ UDFന്റെ ഭാഗത്തുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു UDF സമ്മേളനം ഇത്തവണ ഉണ്ടാകണമെന്ന് അവർക്കും ആഗ്രഹങ്ങളുണ്ടാവും, അവരുടെ പാർട്ടിക്ക് ആഗ്രഹമുണ്ടാകും. പക്ഷെ അതിനെയെല്ലാം തന്നെ ഒറ്റയ്ക്ക് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഹൈജാക്ക് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അടിമുടി പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതൊരു വസ്തുത. അതെങ്ങനെ കോൺഗ്രസിന് പരിഹരിക്കാൻ കഴിയും? ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് വരുന്ന ആ സ്റ്റൈല് കാണുമ്പോൾ തന്നെ അത് ആലോചിച്ച് ഉറച്ചെടുത്ത തീരുമാനമാണ്. അതിന് ഒരു കൂട്ടം നേതാക്കളുടെ പിന്തുണയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ. അപ്പോൾ പൊടുന്നനെ ഒറ്റ ദിവസം വന്നു പോവുക എന്നൊരു ഉദ്ദേശമായിരിക്കില്ലല്ലോ അതിനുണ്ടാവുക. സഭാ സമ്മേളനത്തിൽ മുഴുവൻ ദിവസവും വരിക എന്നുള്ളത് തന്നെ ആയിരിക്കില്ലേ? അതല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാകണം. പക്ഷെ അത് പരസ്യമായിട്ടൊരു നിലപാടെടുക്കുവാനും കോൺഗ്രസിന് കഴിയില്ല. കാരണം കോൺഗ്രസ്സുകാരനല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ.
രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരുന്നതിനെ നമുക്ക് ആർക്കും എതിർക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിന് അതിനുള്ള ജനാധിപത്യപരമായിട്ടുള്ള അവകാശം പാലക്കാട്ടെ വോട്ടർമാർ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചതാണ്. അദ്ദേഹം സഭയിൽ നിന്ന് അകാരണമായിട്ട് മാറി നിൽക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും അത് പാലക്കാട്ടെ ജനങ്ങളെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഡെമോക്രസിയിലുള്ള അദ്ദേഹത്തിന്റെ റൈറ്റ് എക്സസൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അവിടെ സഭയിൽ വരുന്നത്. പക്ഷെ അവിടെ ഉണ്ടാകാവുന്ന കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രസൻസ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിക്ക് മാത്രമല്ല പാലക്കാട്ടുകാർ വോട്ട് ചെയ്യുന്നത്, കോൺഗ്രസ് എന്ന പാർട്ടിക്ക് കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസൻസ് കോൺഗ്രസ് എന്നുള്ള പാർട്ടിയെ അവിടെ ദുർബലപ്പെടുത്തുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പൊ ഇതൊരു ട്രേഡ് ഓഫ് ആണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഇല്ലാതെ ഇരുന്നാലും ഈ ചോദ്യങ്ങളെല്ലാം ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്തും കോൺഗ്രസ് ഒരുപക്ഷെ അതിനെ ഡിഫെൻഡ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അതല്ല എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അല്ല, പക്ഷെ പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനങ്ങളെ ഡിഫെൻഡ് ചെയ്യേണ്ടത് ആവശ്യങ്ങൾ ഉണ്ടാകും. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഇരിക്കെ അതിനാരെങ്കിലും ധൈര്യപ്പെടുമോ, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു നടപടി അവിടെ ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി കാണേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഓൺ ചെയ്യേണ്ടത് ആവശ്യം സത്യത്തിൽ ഇപ്പോൾ അവിടെ സഭയിൽ അംഗങ്ങളായിരിക്കുന്ന ഏതാണ്ട് 40ഓളം വരുന്ന UDF-ന്റെ അംഗങ്ങൾക്ക് ആർക്കും തന്നെ ഇല്ല. പക്ഷെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആരെങ്കിലും അതിന് ശ്രമിക്കുമോ എന്നുള്ളതാണ്. അതായത് നമ്മൾ എല്ലായ്പ്പോഴും കോൺഗ്രസിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് കോൺഗ്രസിലെ ഗ്രൂപ്പിസം അല്ലെങ്കിൽ ഫാക്ഷണലിസം എന്നതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുക. അപ്പൊ പുതുതായിട്ടുള്ള എന്തെങ്കിലും ഗ്രൂപ്പ് ഓഫ് സമവാക്യങ്ങളുണ്ടോ, രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിൽക്കാനായിട്ട് ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ തുടങ്ങിയ രീതിയിലത്തേക്കുള്ള ചർച്ചകൾ ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു പ്രസ്താവനയുടെ അടിസ്ഥാനത്തിലാണെങ്കിലും മാധ്യമങ്ങൾ അതിനെ ആംപ്ലിഫൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നത് സത്യത്തിൽ നമ്മുടെ കേരളത്തിലെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രതിസന്ധിയിലാകേണ്ടതും കുറച്ചൊന്ന് മുൻകരുതൽ എടുക്കേണ്ടതും ഭരണപക്ഷമാണ്. പക്ഷെ ഭരണപക്ഷത്തിന് കൈയും വീശി ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രസൻസ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് തർക്കമില്ലാത്ത വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ അടിക്കാനുള്ള വടി കയ്യിൽ കിട്ടിയാലും അത് ശക്തമായിട്ട് അടിക്കാൻ കഴിയുമോ കോൺഗ്രസിന് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. രാഹുൽ സഭയിൽ ഉള്ളതിനേക്കാൾ ഒരുപക്ഷെ ഇല്ലാത്തതിനേക്കാൾ ഒരുപക്ഷെ കോൺഗ്രസിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അദ്ദേഹത്തിന്റെ സഭയിലെ സാന്നിധ്യമായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ശരി, ശ്രീ വസന്ത് തെങ്ങുംപള്ളി,